ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഫുട്ബോൾ ലോകത്തെ വളരെ പ്രശസ്തമായ ഉടമസ്ഥരാണ് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ്. മാഞ്ചസ്റ്റർ സിറ്റി, ജിറോണ, ന്യൂയോർക്ക് സിറ്റി FC എന്നിവരൊക്കെ ഇവർക്ക് കീഴിൽ വരുന്ന പ്രശസ്തമായ ക്ലബ്ബുകളാണ്. മാത്രമല്ല ISLൽ മുംബൈ സിറ്റി FCയുടെ ഉടമസ്ഥർ സിറ്റി ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷേ ഇത്തവണത്തെ പ്രതിസന്ധി കാരണം അവർ ഇന്ത്യ വിട്ട് പുറത്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥനായ നിഖിൽ നടത്തിയിട്ടുണ്ട്. അതായത് ആദ്യം ISLൽ സിറ്റി ഗ്രൂപ്പ് സമീപിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആയിരുന്നു എന്നാണ് നിഖിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് അത് ചില കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി എന്നാണ് നിഖിലിന്റെ ഒരു വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് കേരളത്തിലേക്ക് വരാതിരുന്നത്? അതിൽ റിലയൻസ് ഉൾപ്പെടെയുള്ള പല വശങ്ങളുണ്ട്. അവർ ആദ്യം സമീപിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ്, അഥവാ ഞങ്ങളെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രാക്ടിക്കലായി നോക്കിയാൽ അത് നടക്കേണ്ടതായിരുന്നു. എന്നിട്ട് നിഖിൽ ചിരിക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങളുടെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ള ചില ഘടകങ്ങൾ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നടക്കാതെ പോയി. ഇതാണ് നിഖിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അവർ ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരെ സമീപിച്ചിരുന്നു. പ്രാക്ടിക്കലി അത് നടക്കേണ്ടതായിരുന്നു. പക്ഷെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല എന്നൊക്കെയാണ് നിഖിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും മാഗ്നം സ്പോർട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരായിക്കൊണ്ട് വരുന്നത്. അവർ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മറ്റു ഉടമസ്ഥർക്ക് കൈമാറാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ സിറ്റി ഗ്രൂപ്പൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ തലവര മാറുമായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.